രാവിലെ അന്ന് ഉണ്ണിയണം ജോലിക്ക് പോകാനുള്ള പുറപ്പാടാണ്. അപ്പം ഞാൻ എണീറ്റ് ഗേറ്റൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട്. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടെ, രാവിലെ തന്നെ ഞാനും എണീറ്റിട്ടുണ്ട് കേട്ടോ. ചില ദിവസം എണീക്കാൻ വൈകി പോകും, ഉണ്ണിയണം പോയിട്ടാണ് ഞാൻ എണീക്കാറുള്ളത്. അപ്പോൾ ഉണ്ണിയണം പോയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. ഞാൻ ടാറ്റയൊക്കെ കൊടുത്ത് വിടുവാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം നിങ്ങൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയത്തി എന്തി, അവളെ കാണാൻ പോകാറുണ്ടോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അനിയത്തിൻ്റെ കൂടെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ നിങ്ങൾക്ക് അനിയത്തിയെ കാണിച്ചു തരാം. ആണ് എൻ്റെ അനിയത്തി. അപ്പം ഇവിടെ ഒത്തിരി പേര് തിരക്കാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് എന്തൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാണ്. അപ്പൊ ഉണ്ണിയണ്ണൻ ജോലിക്കൊക്കെ പോയി. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. നല്ല തഴമ്പ് ഈസി ആയിട്ട് ചുരുണ്ടി കഴിയുന്ന ഇതാ ഈ ഒരു അടിപൊളി സാധനത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് അഗാരോന്റെ കാളക്സ് റിമൂവർ ആട്ടോ. ബോക്സിൽ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വഴിയെ പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ഇന്നപ്പോൾ ബോക്സ് അൺബോക്സ് ചെയ്താലോ. ആദ്യം തന്നെ ബോക്സ് ഓർക്കുമ്പോൾ നമുക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പേപ്പർ ആട്ടോ വരുന്നത്. പിന്നെ ഇതാ കേബിളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെരി യൂസ്ഫുൾ ആണ് ഈ ഒരു ചാർജർ. പിന്നെ ക്ലീനിങ് ബ്രഷ്, അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മെയിൻ സാധനം കേട്ടോ. കൂടാതെ ഇതാ നമുക്ക് 3 എഡ്സ് വരുന്നുണ്ട്. നമ്മുടെ കട്ടി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, നല്ല നൈസ് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ഭയങ്കര എളുപ്പമാട്ടോ, പിടിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഇതാണ് നമ്മുടെ ചാർജിങ് വെക്കാനുള്ള ബാക്കിൽ വരുന്ന ബട്ടനും. ഇത് നമുക്ക് ഓൺ ബട്ടനും ഓഫ് ബട്ടനും ആണ് ഈ കാണിച്ചേക്കുന്നത്. കണ്ടോ, ഓൺ ആക്കുമ്പോഴത്തേക്ക് ഇത് ഇതുപോലെ കറങ്ങും. അങ്ങനെ ഞാൻ ചാർജിനൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതെല്ലാം നിങ്ങൾ കണ്ടോ. നിങ്ങൾക്ക് ഇതൊരു പക്ഷേ വാങ്ങുമ്പോൾ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ഉപകാരമാണ്. ഇങ്ങനെ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു റെഡ് ലൈറ്റ് എത്തും. അതിനുശേഷം എന്താ ഞാൻ എൻ്റെ ഒരു മാമൻ്റെ കാലിലാട്ടോ ചെയ്ത് നോക്കുന്നത്. മാമൻ്റെ കാലിൽ അത്യാവശ്യം നല്ല തഴമ്പുണ്ട്. അപ്പോൾ കാലെല്ലാം ഒന്ന് തുടച്ചതിന് ശേഷം എന്താ കണ്ടില്ലേ, അത്യാവശ്യം മാമൻ്റെ കാലിൽ നല്ല തഴമ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഉപയോഗിക്കുന്നത് ഫൈൻ ഹെഡ് വെച്ച് ചെയ്യാന്ന്. കാരണം നമുക്ക് ഡെയിലി യൂസിന് ഫൈൻ ഹെഡ് പെർഫെക്റ്റ് ആട്ടോ. അതാ നമ്മളത് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം നമുക്കിത് ഡെയിലി യൂസിന് ഞാൻ പറഞ്ഞില്ല, അടിപൊളിയായിരിക്കും കേട്ടോ. ഈ ഒരു സാധനം അടിപൊളിയാന്ന് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. ഇത് വാട്ടർ പ്രൂഫ് ആണ്, ക്യാൻ ബി യൂസ്ഡ് ഇൻ ഷവർ ആൾസോ. അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ ഇത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിൻ്റെ അത്ര അടിപൊളിയാണ്. നമുക്ക് ക്ലീനിങ്ങിലേക്ക് പോവാം. അപ്പോൾ ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. നമുക്ക് അതിൽ കൂടെ തന്നെ ബ്രഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാട്ടോ. ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യും. ഹലോ ഗൈസ്, ഞാനാണ് പൊന്നു. പലവരും ഇതിൽ എന്നെ കണ്ടിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ അനാമികയുടെ അനിയത്തി. കുറേ പേര് എന്നെ തിരക്കിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ അമ്മമാർ, ചേച്ചിമാർ, അങ്ങനെ ഒരുപാട് പേര് തിരക്കിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ചേച്ചി ഇവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ ഒരുപാട് പേര് തിരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അപ്പം കാണാത്തവരെല്ലാവരും കണ്ടോ. ചേച്ചിയുടെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ താഴത്തെ കമൻറ്റ്സിൽ നോക്കുന്ന സമയത്ത് കുറേ പേര് എന്നെ പറ്റി ഇങ്ങനെ തിരക്കിയിട്ടുള്ളത്. ഞാൻ എത്രയിലാണ് പഠിക്കുന്നത്, ഞാൻ എവിടെ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനി 7 പോകുന്നത്, പഠിക്കുന്നത് 7 പഠിക്കാൻ പോകുന്നത്. ഞാൻ ചാച്ചൻ്റെ കൂടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ചേച്ചിയുടെ അടുത്തോട്ട് വരാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ചേച്ചിയുടെ അടുത്തോട്ട് വന്നത്. ഇനി അടുത്ത വെക്കേഷൻ ഞാൻ വരും. ബാഗ് ബുക്കും കാര്യങ്ങളെല്ലാം ചേച്ചി എനിക്ക് മേടിച്ച് തന്നിട്ടും ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗിൽ എന്തായാലും ഞാനും കൂടെ കാണും. പിന്നെ ചാച്ചൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എപ്പോഴും ഒന്നും എനിക്കിങ്ങോട്ട് വരാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് ഇങ്ങനെ എന്നെ അന്വേഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ വ്ളോഗ് എടുത്തതും. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാനുണ്ടാവും.
ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നതാണ് ആ ചേച്ചി എവിടെയെന്ന്. പുറത്ത് നല്ല ലുക്കായിട്ട് പോകുന്ന ചേച്ചിയില്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ വീട്ടിൽ ചേച്ചി ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. ഇതാണ് ചേച്ചിയുടെ അകത്തുള്ള കോലം. ചേച്ചി പാത്രം കഴിയുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നിങ്ങളുടെ ചേച്ചിയുടെ അകത്തൊക്കെ ഉള്ള കോലം. മുടിയൊക്കെ ഇങ്ങനെ പിടിച്ച് കെട്ടി. ഇതാണ് ചേച്ചിയുടെ കോലം. എനിക്ക് 2 വയസ്സാവുകൊണ്ട് പൊന്നു ചേച്ചി ചോദിക്കുന്നു. എന്നെ മാത്രം വീട്ടിൽ കാണിക്കുന്നില്ല. ഞാൻ ബുക്കും ഒരുപാട് സാധനങ്ങളെല്ലാം മേടിക്കാനേ. ഗൈസ് വന്ന് 2 ദിവസം നിന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവളുടെ അച്ഛൻ അവളെ വിളിച്ചവൾ പോവാം. അവളുടെ ചേട്ടൻ അവളെ വിളിക്കാൻ വരുന്നു. സങ്കടമുണ്ടോ? സങ്കടം ഇല്ലായിരിക്കും. 2 ദിവസമല്ലേ നിന്നോളൂ. ഞാൻ ഇനി എങ്ങനെ ഉണ്ണിമോളോട് കളിക്കും? പോയിട്ടൊക്കെ വാ. പോയിട്ടൊക്കെ വരാനൊരു ദിവസം. അതെ അതെ. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ ആദ്യമായിട്ട് മുത്ത് ചേച്ചിയുടെ കൂടെ കടയിൽ പോവാണ്. ചേച്ചി ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. ഇത്രയും നല്ലൊരു ഡ്രൈവറാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഞങ്ങളുടെ അടുത്ത് തന്നെ കേട്ടോ കട. അതുകൊണ്ടാണ് എന്നെ കൊണ്ട് പോകുന്നത്. ഉണ്ണിമോൾ അവിടെ കിടന്ന് ഉറങ്ങുകയാണ് വീട്ടില്. നമ്മുടെ കട എത്താറായിട്ടുണ്ട്. പാവം കൊച്ചു വെക്കേഷൻ ആഘോഷിക്കാൻ എൻ്റെ അടുത്ത് വന്നത്. ഞാൻ വേറൊന്നുമല്ല ഈ പുറത്തിറക്കുന്നത്. സമയം വൈകിപ്പോയി. പൊന്നുമായിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന സമയം പോയത് അറിഞ്ഞതേ അല്ലേ. അപ്പം ഞാൻ വിചാരിച്ച് പെട്ടെന്ന് എല്ലാം അങ്ങനെ കടയിലൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നു. ഞാൻ വന്നത് പ്രമാണിച്ച് ചേച്ചി നാടൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ചേച്ചിയെ കാണിച്ചു തരാം. അല്ലെങ്കിൽ നാടൻ ഫുഡാണ് ഉണ്ടാക്കുന്നത്. പിന്നല്ല നാടൻ ഇല്ലാതെ എന്തും ഉണ്ടാക്കുന്നത്. ഫ്രഞ്ച് ഉണ്ടാക്കാൻ പറ്റിയ മലയാളം. ചേച്ചിയുടെ കോവയ്ക്ക് സവാളയും പച്ചമുളകും കരിഞ്ഞു വെച്ചിരിക്കുന്നു. അടുത്തടുപ്പി കന്തോ, ചോറ്, കരിവാട്, അങ്ങനെയുള്ള ഓരോരോ നാടൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചേച്ചിയുടെ കോലമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ലുക്കായി നടക്കുന്ന ചേച്ചിയല്ല വീടിനകത്തുള്ളത്. കണ്ടില്ലേ എന്ത് കോലാണിത്? പൊന്നൂന് പനി പിടിച്ചിരിക്കുന്നു. പനിയായി ആൾക്ക്. പേടിപ്പനിയാണോ പൊന്നു സ്കൂൾ ഉറപ്പിന്? പേടിപ്പനി എന്നല്ല, എല്ലാ വർഷവും സ്കൂൾ തുറക്കാറാകുമ്പോ എന്നെ തേടി പിടിച്ച് പനി വരും. പൊന്നുവിന്റെ കൂട്ടുകാരിയാ പനി. സ്കൂൾ ഉറപ്പിന് മാറ്റണം വരുന്ന പനി. ഇതാരാ? ഇതാരാ? ഇത് ഉണ്ണിയാണോ? ഉണ്ണിയാണോ? ഉണ്ണി ചിണ്ടു എടുക്കുവാ. ഇങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു വന്നിരിക്കുക. പക്ഷെ എനിക്ക് പനി പിടിച്ചു. സ്കൂൾ തുറക്കാറാകുമ്പോൾ എവിടെ നിന്നെങ്കിലും ഈ പനി എന്നെ തേടി പിടിച്ച് വരും. പനി പിടിച്ചിട്ട് വയ്യാതെ ഞാൻ ഇവിടെ കിടക്കുകയാണ്. അപ്പോഴത്തേക്ക് ചേച്ചി എന്തോ ഒരു വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞ് അടുക്കളയിലോട്ടോ ഹാളിലോട്ടോ എങ്ങോട്ടോ പോയി. ഗൈസ് അങ്ങനെ കുറച്ച് ഫോട്ടോസും ചെറിയൊരു റീൽസൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ഉണ്ണിമോള് ട്രസ്റ്റിൽ അമ്മ എടുത്തോട്ട് പോയേക്കാണ്. ഉണ്ണിയാണ് അവൾ അങ്ങോട്ട് കൊണ്ടുപോയേക്കാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. കണ്ടത് ചെറിയൊരു മേക്കപ്പൊക്കെ ചെയ്തിട്ടിരിക്കുവാണ്. ഒരു മുഖക്കുരു. അപ്പോൾ ഗൈസ് നാളെ പൊന്നു പോവാണ്. ആകെ വന്ന് 2 ദിവസമേ നിന്നോളൂ. അവൾ പോവും. അപ്പോഴത്തേക്ക് അവളുടെ അച്ഛൻ വിളിച്ച് ചെല്ലാൻ പറഞ്ഞ്. അപ്പോൾ പോവാണ്. പോകുമ്പോഴത്തേക്ക് പാവം കൊച്ചിന് പനിയും പിടിച്ച് വൈകിട്ട് നമ്മൾ സിനിമയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. പൊന്നു പോവുമല്ലേ. അപ്പോൾ അവൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവളെ പുറത്തൊന്നും കൊണ്ടുപോകാൻ വേറെ ആരും ഇല്ലല്ലോ. അപ്പം നമ്മൾ അവളെ ദൃശ്യം കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. അപ്പം ഞാൻ പോയിട്ട് ബർത്ത്ഡേക്ക് വരുമ്പോൾ ഒരു വ്ളോഗ് എടുക്കാം. അപ്പം നമുക്ക് ഇന്ന് സിനിമയ്ക്ക് പോകുന്ന വിശേഷമൊക്കെ കാണാം കേട്ടോ. ഒട്ടും വയ്യാതായിട്ടുണ്ട്. തലയിൽ എന്തൊക്കെയോ വെച്ചേക്കുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത്. ഗായ്സ് അങ്ങനെ ഉണ്ണിമോളെ കുളിപ്പിച്ചെടുത്ത് ചേച്ചി ഉണ്ണിമോൾക്ക് നല്ല ഈ ഒരുക്കിയൊക്കെ കൊടുക്കുകയാണ്. ഉണ്ണിമോൾ ഉറങ്ങിയിട്ടാണ് ഇനി ഉണ്ണിമോൾക്കൊന്ന് കരിയൊക്കെ എഴുതി കൊടുത്ത് സുന്ദരിയാക്കാൻ. ഇനി ഉണ്ണിമോളൊന്ന് ഉറങ്ങിയിട്ട് വേണം ചേച്ചിക്ക് പോയി ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞിട്ട് എനിക്കും കുളിക്കണം. നല്ല മഴ വരുന്നുണ്ട്. അപ്പം പെട്ടെന്ന് കുളിക്കണം.